സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു. ദൈവമേ, അങ്ങൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തഘോഷിക്കുന്ന സറാഫുകളുടെ സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത ആരാധനയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമർപ്പണങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗസ്ഥപിതാവേ, ആരാധന സ്വീകരിച്ച് ലോകത്തിന് അവിടുന്ന് സൗഖ്യവും രൂപാന്തരവും വരുത്തണമേ. അവിടുത്തെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. വരേണ്ടുന്നവരും വേഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി തിരുകൃപ പ്രാപിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 18-ാമത്തെ ഗാനം നമുക്ക് കൊയറിനോട് ചേർന്ന് പാടാം. ഗീതം 18. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 5-ാമത്തെ പുറം, സ്തുതിയുടെ വചനങ്ങൾ 3-ാമത്തെ ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ,
ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ കൃപ ചെയ്യുന്ന മനുഷ്യ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും നാം ചെയ്തുപോയ എല്ലാ കുറവുകളെയും ഉണർന്നുകൊണ്ട് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നതിലൂടെ അനുഗ്രഹവും നന്മകളും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മശക്തിയിൽ വിധേയപ്പെട്ടുകൊണ്ട് ആരാധനക്രമം 9-ാം പുറത്തിൽ കാണുന്ന ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി സമർപ്പിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ആരാധനക്രമം 9-ാമത്തെ പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചെന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയവുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. വാസ്തവമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പാപക്ഷമയ്ക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 17-ാം പുറത്തിൽ കാണുന്ന സ്തോത്ര പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കുചേരാം. ഓരോ സ്തോത്രാപേക്ഷയുടെ പിന്നാലെ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് നമുക്കൊരുമിച്ച് സഭയായി ദൈവത്തിന് നന്ദി കരേറ്റാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവയ്ക്കായും
ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി, സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠപുസ്തകത്തിലെ 231 ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റെന്ന് പാടാം. ഗീതം 231. ആരാധനക്രമം 21 പുറത്തിൽ കാണുന്ന ഭാഗ്യവചനങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, ഇപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ
നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമെടുപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസ്കൃതത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തന ഭാഗം 68-ാമത്തെ സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 68, 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. നിങ്ങളുടെ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതം ആകുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000-വും കോടി-കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സഖര്യാവിന്റെ വീട്ടിൽ എത്തി എലീശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലീശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ വിശ്വാസഹൃദയത്തോടെ ദൈവത്തോട് അറിയിക്കാം. പലവിധമായ ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിൽ നിന്നുള്ള കൃപകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതങ്ങളിൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ, വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ,
സഭയുണരുവാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനം ഒന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനം ഒന്നു ചേരുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജനായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളെ ശക്തീകരിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സഭയെ ഉണരുവാൻ, അവിടുത്തെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, അവിടുത്തെ ജനം അനുഗ്രഹീതരാകുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം 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 ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തെയും ഈ ആരാധനയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നാഥ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഈ സഭയിലും ദേശത്തും അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗിക്ക് അവിടുന്ന് നല്ല വൈദ്യനാണല്ലോ, അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണല്ലോ. കർത്താവെ, അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ഇടവകയെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് നിലനിർത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം. ഈ ദേശത്തിന് വെളിച്ചമായി നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരു കേന്ദ്രമാക്കി അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണം. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നവരായി, അങ്ങയിൽ വിശ്വസിക്കുന്നവരായി പ്രത്യാശയോടെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവെ, പ്രത്യേകിച്ച് ബലഹീനതയിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യത്താൽ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരേഷ് ടി ആൽബി ഭവൻ എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിപൂർണമായ സൗഖ്യവും അനുഗ്രഹവും അവിടുന്ന് പകരുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേതുകുമാർ എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നതാ. കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായ സൗഖ്യത്താൽ ശക്തീകരിക്കണമേ, എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിലൂടെയുള്ള സൗഖ്യം പ്രാപിക്കുവാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഷിജാസുനിൽ എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പീറ്റർ ശോഭാലയം എന്ന പ്രിയ പിതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റീന മണലയം എന്ന പ്രിയ സഹോദരിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളിലും ബലഹീനതയിലും കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കൽ സ്തോത്രം. കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായ കൃപകളും അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ രോഗബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിലൂടെയുള്ള സൗഖ്യം പ്രാപിച്ച്, യേശുവിലൂടെയുള്ള വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഉപജീവന മാർഗങ്ങളെ, അധ്വാനങ്ങളെ, കാർഷികവിളകളെ, മൃഗസമ്പത്തുകളെ, പർവ്വജാലങ്ങളെ, ബിസിനസ് മേഖലകളെ, ഔദ്യോഗിക ജീവിതങ്ങളെ എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവെ, അതിലൂടെ നന്മയും സമൃദ്ധിയും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടഭാരങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് വിടുവിക്കണം. കർത്താവെ, ഭവനങ്ങൾ പണിയുവാനുള്ള ആഗ്രഹത്തിൽ
ആരോഗ്യത്തോടെ ആയിരിക്കുന്നവരുണ്ട്. അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യവും പ്രിയമക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. നിർമ്മാണ പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൂരസ്ഥലങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കുകയും അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ, കുടുംബങ്ങളെ, ദേശത്തെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാ. എല്ലാവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തക്ക തുണയായി കൂടെയിരിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവിടെ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ശക്തീകരിക്കണമേ. ദൈവാശ്രയത്തോടെ മുന്നേറുവാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണം കർത്താവെ. ദീർഘായുസ് കൊണ്ട് അവിടെ നിറയ്ക്കണമേ. ആയുസ് നാളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി ആരോഗ്യത്തോടെ ജീവിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. യുവജനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാ. ദൈവാശ്രയത്തോടും അങ്ങയിലുള്ള വിശ്വാസത്തോടും ആരാധനയോടും മുന്നേറുവാൻ എല്ലാ പ്രിയമക്കളെയും അവിടെ നിന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ അവിടുന്ന് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവർ മുതിർന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്ന പ്രിയമക്കളുണ്ട്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ഒരു തലമുറയ്ക്കായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയ ദമ്പതിമാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തലമുറകളുടെ നന്മ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന പ്രിയമക്കളെ അവിടുന്ന് ബലപ്പെടുത്തുകയും തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ എല്ലാവിധമായ ബലഹീനതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കുകയും പരിപൂർണമായ സൗഖ്യത്തിലും ശക്തിയിലും അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പലവിധമായ ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ഒരു ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന അനേകരുണ്ട്. കർത്താവെ, സ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ടെസ്റ്റുകൾക്കായി ഇന്റർവ്യൂകൾക്കായിട്ട് ഒരുങ്ങുന്ന പ്രിയമക്കളെ ഓർക്കുന്ന കർത്താവ് ദൈവത്തിന്റെ കൃപ പകരണമേ. ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹ്യ പ്രവർത്തനത്തിനും കർത്താവ് രാജ്യസേവന രംഗത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതങ്ങളിലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുമക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം വിടുവിച്ച് ആരോഗ്യത്തോടും ദീർഘായുസ്സോടും അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ലോകത്തെ ബാധിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരിയിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൗഖ്യം പ്രാപിച്ച് സാധാരണ നിലയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഡിസ്റ്റിനെയും മഹായുടെയും സഭകളെയും വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. അഭിനന്ദ തിരുമേനിക്കായിട്ടും മഹായുടെ നേതൃത്വത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാരെയും മിഷൻ ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സമാധാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം സമാധാനപരമായി നടക്കുവാനും ദേശത്തിന് പ്രയോജനപ്രദമായവർ തിരഞ്ഞെടുക്കപ്പെടുവാനും അതിലൂടെ ദൈവത്തിന്റെ കൃപ എല്ലാവരും അനുഭവിപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും തുടർന്നും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തരോടും അവിടുന്ന് സംസാരിക്കണമേ. ഓരോ ജീവിതങ്ങളോടും അവിടുന്ന് ഇടപെടുമാറാകണമേ. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരാധനയിലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭാ കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊയറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കപ്പയാര മൈക്കോപ്പറേറ്റർ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി നൽകണമേ. വിശേഷ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് കാലഘട്ടത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരോൾ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷകൾ എല്ലാവർക്കും അനുഗ്രഹമാകുവാൻ, ദൈവത്തിന് പ്രസാദകരമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഒരിക്കൽ കൂടെ ലഭ്യമായ അവസരത്തോർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. അറിയിപ്പുകളായിട്ട് നൽകാനുള്ളത് ആരാധനകൾ ഈ ക്രമീകരണത്തിൽ തന്നെ അടുത്ത ആഴ്ചയിലും 7 മണിക്ക് പ്രഭാത ആദ്യത്തെ ആരാധനയും 8:30 രണ്ടാമത്തെ ആരാധനയും ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. തിരുവത്താഴ്ച ശുശ്രൂഷ
കഴിഞ്ഞ മാസത്തിൽ ക്രമീകരിച്ചതുപോലെ തന്നെയുള്ള ക്രമീകരണങ്ങളോടുകൂടെ നടത്തപ്പെടുന്നതാണ്. അതിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കാൻ താല്പര്യമുള്ളവർക്ക് സംബന്ധിക്കാവുന്നതാണ്. ഭവനങ്ങളിൽ ആർക്കെങ്കിലും തിരുവത്താഴം ശുശ്രൂഷ നടത്തി അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതും അറിയിച്ചാൽ രണ്ടാമത്തെ ആരാധനയ്ക്ക് ശേഷം അതിനുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും എന്നുള്ള വിവരവും ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച 1-ാമത്തെ ഞായറായതുകൊണ്ട് മാസവരി സ്തോത്രാർപ്പണ ദിവസം കൂടെയാണ്. എല്ലാവരെയും അത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്രിസ്മസ് കാലഘട്ടം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ആഗമന ഞായർ കൂടെയാണ്. നമ്മുടെ കരോൾ ശുശ്രൂഷ ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ എൻ്റെ കൺവീനർ നിങ്ങളെ അറിയിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയും നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇന്ന് ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ 1-ാം തീയതി അനിൽദാസ് MJ ആൻഡ് സരിത അനിൽ ബഥൽ, 3-ാം തീയതി ശ്രീ യേശുദാസ് M ആൻഡ് വിനിതകുമാരി R നിഷാഭവൻ, 4-ാം തീയതി ശ്രീ സുരേഷ് T ആൻഡ് ശ്രീജ OS ആൽബി ഭവൻ. ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ പുതിയ വർഷം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്നവർ 1-ാം തീയതി ആദിഷ് SS നിവാസ്, 3-ാം തീയതി ശ്രീ മനോഹരൻ CMJ ഭവൻ, ശ്രീതു YB ശ്രേയസ്, 4-ാം തീയതി സുബിൻ SS ഷാരോൺ ഭവൻ, 5-ാം തീയതി ജ്ഞാനദീപം T കരിമ്പിലാവള. ഇവരുടെ പുതിയ വയസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ജന്മനാൾ ആശംസകളും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ഇന്ന് ഡിസ്ട്രിക്ട് കൗൺസിൽ DC സെൻറ്ററിൽ വെച്ച് 4 മണിക്ക് ഉണ്ടായിരിക്കും. അതിലെ കൗൺസിൽ അംഗങ്ങൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിവാഹ പരസ്യം വായിക്കട്ടെ. ബാലരാമപുരം ഡിസ്ട്രിക്റ്റിൽ ആലപ്പുഴ സഭയിൽ ശ്രീ A കൃഷ്ണൻ മകൻ മനുവും, ബാലരാമപുരം ഡിസ്ട്രിക്റ്റിൽ ആലപ്പുഴ സഭയിൽ തന്നെ ശ്രീ മോഹനകുമാർ മകൾ കീർത്തി മോഹനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സകാരണം തെളിയിക്കാമെങ്കിൽ ഈ വിവരം ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം പ്രസ്ബിറ്ററെ അറിയിക്കേണ്ടതാകുന്നു. ഇത് 2-ാമത്തെ പരസ്യം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയ മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനും കുടുംബജീവിതത്തിലെല്ലാ നന്മകളാലും നിറയപ്പെടുവാനും അവിടുന്ന് സഹായിക്കണമേ. 2 ഭവനങ്ങളിൽ നടക്കുന്ന എല്ലാ ഒരുക്കങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപ പേർന്ന് അവിടുന്ന് ശക്തീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കരോളിൻ്റെ കൺവീനർ മനോജ് ഡീക്കർ മുന്നോട്ട് വന്ന് മറ്റ് അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. ക്രിസ്തുവിൽ പ്രിയരെ, നാം മനസ്സിലാക്കുന്ന വിധത്തിൽ ഈ വർഷത്തെ നമ്മുടെ സഭയുടെ കരോൾ ശുശ്രൂഷ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സമയ ദൗർലഭ്യം മൂലവും അതുപോലെ തന്നെ നോട്ടീസ് ബോർഡിൽ വ്യക്തമായ പേരുകളും നമ്മുടെ സഭയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിസ്റ്റുകളും പ്രസിദ്ധീകരിച്ചതുകൊണ്ട് തൽക്കാലം പോകുന്ന സ്ഥലങ്ങൾ മാത്രം ഈ അവസരത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 29/11/2020 ഞായർ വണ്ടിത്തടം കൈതോട്ടുകോണം, 30/11/2020 തിങ്കൾ അഴകടത്തല വിവേകാനന്ദ നഗർ, 1/12/2020 ചൊവ്വ ഉത്തരവിള റെയിൽവേ തടം, 2/12/2020 ബുധൻ കരിമ്പിലാവള വണ്ടിത്തടം, 3/12/2020 വേഴം തച്ചങ്കണ്ടം കുട്ടറക്കോണം, 4/12/2020 വെള്ളി കുട്ടറക്കോണം, 5/12/2020 ശനി കരിമ്പിലാവള ചാലിന് താഴെയും ചാലിന് മുകളിലും. പൊതുവായിട്ട് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എല്ലാവരും ഓർമ്മിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ചയും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതിൽ കുറേയധികം കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നതാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൃത്യം 6:30 തന്നെ ആയിരിക്കും കരോൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പരമാവധി 10 പേരുടെ അപ്പുറവും കാണൂല. ആ ഒരു ലെവലിലായിരിക്കും നിങ്ങളുടെ ഭവനങ്ങളിലെത്തുന്നത്. മാത്രമല്ല, മുൻ വർഷങ്ങളെന്ന പോലെ തന്നെ കരോൾ സംഘം നിങ്ങളുടെ ഭവനങ്ങളെ സന്ദർശിക്കുമ്പോൾ ആഹാരമെല്ലാം നിങ്ങൾ വളരെ വിശാലമായ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശങ്ങളും മഹായിടവക നൽകിയിട്ടുള്ള സർക്കുലറും അനുസരിച്ച് അത്തരത്തിലൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്.
സോ നിങ്ങളെല്ലാവരും ഇപ്പം ഒരു ഏരിയയിലുള്ള 4-5 വീടുകൾ കാണാം നമ്മുടെ പള്ളിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രമീകരണത്തിൽ നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ആഹാര അതായത് സൽക്കാരം നൽകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭവനത്തിലോട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ സഭയുടെ ഈ നാളുകളിലുള്ള സാമ്പത്തിക ബാധ്യത മുതലായ എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഓർമ്മിക്കുമല്ലോ എന്ന വസ്തുതയും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സാഹചര്യങ്ങൾ എല്ലാവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എങ്കിലും ദൈവത്തിന് വേണ്ടി എല്ലാ തരത്തിലും നമ്മുടെ കായികപരമായാലും ആത്മീയപരമായാലും സാമ്പത്തികപരമായ രീതിയിലായാലും നാം എത്രത്തോളം ദൈവത്തിന് വേണ്ടി നാം നൽകുന്നു അത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന വസ്തുതയും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളിലും പരിമിതമായ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ കരോൾ സംഘം നിങ്ങളുടെ ഭവനങ്ങളിലെത്തുമ്പോൾ ഒരു തരത്തിൽ നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഇനിയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. നാം മനസ്സിലാക്കുന്നത് പോലെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ കരോൾ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഇന്നു മുതൽ ഡിസംബർ 22 വരെ 20 ദിവസങ്ങളിലായിട്ടാണ് കരോൾ ശുശ്രൂഷ. ഈ ശുശ്രൂഷകളെ ഓർക്കുകയും നാം ഇവിടെ കേട്ടതുപോലെ തന്നെ സൽക്കാരാദികളായാലും മറ്റ് ക്രമീകരണങ്ങളായാലും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളെല്ലാം ഓർത്തുകൊണ്ടുള്ള രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം കരോൾ കാണിക്കയായി നൽകാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സഭയുടെ സാമ്പത്തിക ബാധ്യതയും അതുപോലെ തന്നെ നമ്മുടെ സഭാ വികസന ബാധ്യതകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കാര്യങ്ങളെല്ലാം ഓർക്കണം എന്ന് അറിയിക്കുന്നു. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ, മധുര വിതരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് നൽകാൻ സാധിക്കുന്നവർ അത് അറിയിക്കുക. അത് സാമ്പത്തികമായിട്ട് തന്നെ നൽകുകയും അത് നമ്മൾ പൊതുവായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ കരോൾ ശുശ്രൂഷ വരുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ കുറച്ച് പേര് നിങ്ങളുടെ ഭവനത്തെ നോക്കിയാണ് ഈ ശുശ്രൂഷ ഒരു ആരാധനയായി നിർവഹിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മുടെ ഭവനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, നക്ഷത്രദീപങ്ങൾ തെളിയിക്കുക, മെഴുതിരികൾ തെളിയിക്കുക. ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ഭവനത്തിലുമൊക്കെ ഒരുക്കിയെടുക്കുവാൻ നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരിമിതമായ സാഹചര്യത്തിലാണെങ്കിലും വളരെ ഭംഗിയായി, ആളുകളുടെ എണ്ണത്തിലല്ല, വളരെ മെച്ചമായി ഈ വർഷത്തെ കരോൾ ശുശ്രൂഷ നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 2 ആരാധന ആയതുകൊണ്ടാണ് മറ്റ് ഇനാഗുറൽ പ്രോഗ്രാംസ് ഒന്നും ക്രമീകരിച്ചിട്ടില്ലാത്തത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 2020 കരോൾ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 340 ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. ആരംഭത്തിൽ തന്നെ എല്ലാവരും കാണിക്കൽ സമർപ്പിക്കാനുള്ളവർ സമർപ്പിക്കേണ്ടതാണ്. 340 ഗീതം. Be
പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദാതാവേ, ഈ അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം. വിശേഷ്യ ഈ ആരാധനയിൽ വിശ്വാസ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാണിക്കകളെയും കാഴ്ച നേർച്ചകളെയും അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കരങ്ങളെയും കുടുംബങ്ങളെയും അധികം നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അനവധി അനുഗ്രഹങ്ങൾ ഇതിൻ്റെ ഫലമായി ലഭിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തുടർന്നും കൂടുതൽ സ്തോത്രത്തോടെ കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമേ. പ്രത്യേക കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ആൽബി എസ് സുരേഷ്, അലോന എസ് സുരേഷ് ആൽബി ഭവനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രേഷ്മ രാജ് എസ്, ഗ്രീഷ്മ രാജ് എസ് RS നിവാസിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ജെസി ജേസ് ഭവനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കൃപകൾ, എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. അവിടെ നൽകിയ നന്മകളെ ഓർത്ത് സ്തോത്രമർപ്പിക്കുവാൻ ഈ വിശുദ്ധ ദിവസം സഹായിച്ചുവല്ലോ. തുടർന്നും അവിടുന്ന് ശക്തീകരിക്കുകയും സൗഖ്യത്തോടും ദീർഘായുസ്സോടും അവിടുന്ന് പരിപാലിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയമക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അരുൺ DP വഴിമുക്കനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. T സുരേഷ് ആൽബി ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുവിക്കണമേ. 2 പ്രിയമക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരുകയും സൗഖ്യവും അനുഗ്രഹവും ആരോഗ്യവും നൽകി ദീർഘായുസ് കൊണ്ട് അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണമേ. ദൈവകൃപയോടെ മുന്നേറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രത്യേക സ്തോത്ര കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷിക കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ശിവപ്രസാദ് ആൻഡ് രേവതി കരിമ്പിലാവിള, ശ്രീ ക്രിസ്തുരാജ് C ആൻഡ് ശോഭന L RS നിവാസ്, ശ്രീ ശ്രീകുമാർ T ആൻഡ് അനികുമാരി S നിവാസ്, ശ്രീ സഹദേവൻ ആൻഡ് സുനിത ഇടമനക്കുഴി. ഈ പ്രിയ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘവർഷങ്ങൾ ഒരുമിച്ച് വസിച്ച് കുടുംബജീവിതത്തിൻ്റെ നന്മകളും തലമുറകളുടെ അനുഗ്രഹങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. ജന്മനാൾ കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ശ്രീമതി സുനിത L ഇടമനക്കുഴി, ബിബിൻ രാജ് BS ഭവൻ, ജിജി B ജോസ് ജിബിൻ നിവാസ്, ശ്രീ സുരേഷ് T ആൽബി ഭവൻ, സാന്ദ്ര SJ നിവാസ്, ഗ്രീഷ്മ രാജ് S RS നിവാസ് എന്നീ പ്രിയമക്കളെ ഓർക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പുതിയ വയസ്സിനായിട്ട് സ്തോത്രം. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് മുന്നേറുവാനും പുതിയ വയസ്സിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് കാഴ്ചകളും ലേലത്തിനായ സാധനങ്ങളും സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവരുടെയും സമർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ആനന്ദപൂർണമായ പ്രതീക്ഷയുടെ നാളുകളാണ് ക്രിസ്മസ് കാലഘട്ടം. ഇന്നത്തെ ഞായറിനെ സംബന്ധിച്ചിടത്തോളം സഭാ കലണ്ടർ അനുസരിച്ചും ഒരു ആഗമന കാലഘട്ടത്തിലേക്ക്, ഒരു അഡ്വൻറ്റ് സൺഡേയിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഞായർ ആഗമന ഞായറാണ്. ഇന്നു മുതൽ ക്രിസ്മസ് കാലഘട്ടം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ച വേദഭാഗത്തിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇനിയുള്ള ആഴ്ചകളിൽ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ആഗമനത്തിൻ്റെ ആനന്ദകരമായ പ്രതീക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ ഓർമ്മിക്കുന്ന കാലഘട്ടമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ ആഘോഷിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയുന്നത്. സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും നാളുകളാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. തുടർന്നുള്ള നാളുകളിൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നാളുകളാണ്, നന്ദി അർപ്പണത്തിൻ്റെ നാളുകളാണ്. പരിമിതമായ ഈ കോവിഡ് കാലം ഉണ്ട് എങ്കിൽ തന്നെയും ക്രിസ്മസിൻ്റെ സന്തോഷവും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന സാഹചര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ കാലഘട്ടത്തിലും നമ്മളതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ ഓർത്തുകൊണ്ടുള്ള സ്തോത്രാർപ്പണങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമുള്ള ഒരു ബോധ്യവും അതിനെക്കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ്. ആഗമന കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ആഗമനം എന്നതിന് ഇംഗ്ലീഷിൽ ഉള്ള പദമാണ് അഡ്വെൻറ്റ് എന്നുള്ളത്. ഈ അഡ്വെൻറ്റ് എന്ന പദം അഡ്വെൻറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായത്.
വരവ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ പറൂസിയ എന്ന വാക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ്വെൻറ്റസ് എന്ന് പറയുന്നത് ഡിസംബർ 25 മുമ്പുള്ള 4 ഞായറാഴ്ചകളാണ് ആഗമന ഞായറുകളായിട്ട് അറിയപ്പെടുന്നത്. ഈ ആഗമന ഞായറുകളിൽ ഓരോ ദിവസവും പ്രത്യേകതയുള്ള മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ടും ഒക്കെ ആരാധനകളും പ്രത്യേക സമർപ്പണങ്ങളും ഒക്കെ അർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. ഈ ആഗമന ഞായർ തുടങ്ങി ഇത് തീരുന്നത് ക്രിസ്മസ് ഈവ് ആരാധനയോടെയാണ് ഈ ആഗമന കാലഘട്ടം പൂർത്തിയാവുകയും ക്രിസ്മസിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഈ ആനന്ദകരമായ പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ആഗമനകാലം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ നൽകുന്ന ചിന്തകൾ എന്ന് ഇന്നത്തെ വേദഭാഗമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ആഗമനകാലം എന്നുള്ളത് ധ്യാനത്തിൻ്റെ കാലഘട്ടമാണ്. ആഗമനകാലം ധ്യാനത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, ചില സഭകളൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക നോമ്പുകളൊക്കെ ക്രമീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ കാലഘട്ടം കൂടിയാണ് ആഗമനകാലം. ഇത് സന്തോഷവും ആഘോഷവും ആനന്ദകരമായ പ്രതീക്ഷയും ആണെങ്കിൽ തന്നെയും ഇത് ധ്യാനത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, 24-25. ആ നാളുകൾ കഴിഞ്ഞിട്ട് സഖര്യാവിനെ കുറിച്ചാണ്. സഖര്യാവിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഈ ഒളിച്ചു പാർത്തു എന്നുള്ളതിനുള്ള ഒരു വ്യാഖ്യാനം വേറിട്ട് പാർത്തു എന്നാണ്. ഒളിച്ചു പാർത്തു എന്ന് പറഞ്ഞാൽ വേറിട്ട് പാർത്തു, മറ്റൊരു സ്ഥലത്ത് വേറിട്ട ഒരു ജീവിതം. ഈ വേറിട്ട് ഉള്ള അനുഭവമാണ് ധ്യാനത്തിൻ്റെ അനുഭവം എന്നുള്ളത്, ദൈവവുമായി ബന്ധപ്പെടുന്ന അനുഭവം. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജനത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് യേശു വേറിട്ട് പോയി, നിർജ്ജന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനയിൽ പങ്കെടുത്തതായി നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സജീവമായ സാധാരണയുള്ള സാഹചര്യത്തിൽ നിന്നും വേറിട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് അതൊരു ധ്യാനത്തിൻ്റെ കാലഘട്ടമാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ആഗമന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു വേറിട്ട കാലഘട്ടമാണ്. ഈ വേറിട്ട കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെ ഓർത്ത് നന്ദി അർപ്പിക്കാനും സ്തോത്രം ചെയ്യാനും ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനായി ഒരുങ്ങുവാനുമുള്ള ഒരു ധ്യാനത്തിൻ്റെ ദൈവികതയുടെ കാലഘട്ടമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഥലത്തേക്കാണ് മറിയ, ദൈവദൂതൻ്റെ ദർശനം ലഭിക്കുന്ന, അരുളപ്പാട് ലഭിക്കുന്ന മറിയ ഈ സ്ഥലത്തേക്ക് വരുന്നു. അതാണ് 1:39 പറയുന്നത്. മലനാടായ യഹൂദ്യ പട്ടണത്തിലാണ് ബദ്ധപ്പെട്ട് ചെല്ലുന്നത്. ഈ ബദ്ധപ്പെട്ട് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്പീഡിൽ പോയി എന്നുള്ളതല്ല, എന്ന് മാത്രമല്ല, ബദ്ധപ്പെടുക അത്രയും കഷ്ടപ്പാടാണ്, അത്രയും ത്യാഗം സഹിച്ചാണ് പോകുന്നത് മറിയ. കാരണം ഈ നസ്രത്തിൽ നിന്നും യഹൂദയിലേക്കുള്ള ദൂരം 100 മൈലാണ്. ഏകദേശം 150ഓളം കിലോമീറ്റർ ഉണ്ട് ഈ ദൂരം. അപ്പോൾ 150ഓളം കിലോമീറ്ററാണ് മറിയ യാത്ര ചെയ്ത് എലിസബത്തിനെ കാണുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത്, അതാണ് ബദ്ധപ്പെട്ട് വളരെ ത്യാഗം സഹിച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മറിയ പോവുകയാണ്. അവിടെ ധ്യാനത്തിൻ്റെ ഒരു സമ്മേളനമാണ് എലിസബത്തിനെ കാണുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എലിസബത്ത് വേറിട്ട് പാർക്കുന്ന ഒരു അനുഭവം, അത് ഈ ആഗമന കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സാധാരണയുള്ള അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലായി ദൈവത്തെ അറിയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും വേറിട്ട ഒരു ജീവിതം ആരംഭിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാമതായി, ആഗമനകാലം എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുവാനുള്ള കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാനുള്ള കാലം. ഈ ആഗമനകാലവും ക്രിസ്മസും ഈ കുഞ്ഞുങ്ങളുടെ ജനനവും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നസ്രത്ത് എന്ന യഹൂദ്യ പട്ടണത്തിൽ നിന്നും മറിയ അവിടെ എത്തുന്നു. അവിടെ എത്തി എലിസബത്തിനെ കാണുന്നു. പ്രത്യേകിച്ച് 41-ാമത്തെ വാക്യം പറയുന്നത്, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം. അപ്പോൾ ഗർഭിണികളായ 2 പേര് കണ്ടപ്പോൾ ഇവിടെ എലിസബത്ത് ഏകദേശം
പൂർണ്ണ ഗർഭാവസ്ഥയിലോട്ട് എത്തുകയാണ്. ആ സമയത്ത് മറിയയുടെ സാന്നിധ്യമല്ല, മറിച്ച് മറിയയുടെ ഉള്ളിലുള്ള യേശുക്കുഞ്ഞിൻ്റെ സാന്നിധ്യം, അത് ആ പരിശുദ്ധാത്മ ബന്ധം, അത് ഈ പിള്ള സന്തോഷിക്കുന്നതിന്, യോഹന്നാൻ സ്നാപകൻ എന്ന ആ കുഞ്ഞ് സന്തോഷിക്കുന്നതിന് ഇടയായി. ഇത് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എലിശബത്ത് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പ്രവചിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആഗമന കാലഘട്ടം എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാനുള്ള കാലഘട്ടമാണ്. നമ്മൾ ഭൗതികമായി ആഘോഷത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ വേണം, ചെയ്യണം, ആഘോഷിക്കണം. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ കൂടെ നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ഈ ആഗമന കാലഘട്ടത്തിൽ, നമ്മുടെ ആഘോഷങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ സാധിക്കണം. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ മറിയെ ആശംസിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. മൂന്നാമതായി ആഗമന കാലം എന്നുള്ളത് ആനന്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു കാലമാണ്. ആനന്ദവും സൗഹാർദ്ദവും അനുഗ്രഹവും നൽകുന്ന ഒരു കാലഘട്ടമാണ്. 42-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് മറിയെക്കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പം നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരെ അനുഗ്രഹം ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുക്കൾക്കായാലും നമ്മുടെ അയൽക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഗമന കാലഘട്ടം ഒരു സൗഹാർദ്ദത്തിൻ്റെ കാലഘട്ടമാണ്. മറിയ എലിസബത്തിനെ കാണാൻ ഇത്രയും ത്യാഗം സഹിച്ച് എത്തുക എന്നുള്ളത് ഒരു സൗഹാർദ്ദ ബന്ധത്തിൻ്റെ അനുഭവമാണ്. അവിടെ എത്തുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന രണ്ട് വ്യക്തികളും രണ്ട് കുഞ്ഞുങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടം നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കൂട്ടുകാർക്കുമൊക്കെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന, ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായി ഈ ആഗമന കാലഘട്ടത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് അനുഗ്രഹങ്ങൾ ആശംസിക്കുവാനും സാധിക്കണം. എലിസബത്ത് ഇവിടെ മറിയയോട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ, മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, നീയും അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് ആശംസിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു കൃപ, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, അത് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. പലപ്പോഴും നമ്മുടെ മാനുഷികമായി മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ കണ്ണുകടിക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന, അയ്യോ അതിനെ ഓർത്ത് അസൂയപ്പെടുന്ന ഒരു സാഹചര്യം മനുഷ്യരുടെ ഇടയിലുണ്ട്. മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ അസൂയപ്പെടുന്ന, മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് അസൂയപ്പെടുന്ന, അവലാതിപ്പെടുന്ന, കുറ്റം പറയുന്ന സ്വഭാവം. പക്ഷേ അതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു കാലഘട്ടമാണ്, ഒരു സന്ദേശമാണ് ആഗമനകാലം നമുക്ക് നൽകുന്നത്. മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ, മറ്റുള്ളവർക്ക് നേട്ടം വരുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും അതിനെ ഓർത്ത് ദൈവത്തെ അനുഗ്രഹിക്കാനും ഇവിടെ എലിസബത്ത് ഒരു മാതൃക മറിയയിലൂടെ കാണിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ ആനന്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാലഘട്ടമാണ് ആഗമനകാലം. നാലാമതായി, അവസാനമായി, ആഗമനകാലം ആനന്ദത്തിൻ്റെയും നിത്യാനന്ദത്തിൻ്റെയും കാലമാണ് ആഗമനകാലം. ഇന്നത്തെ പഴയ നിയമ വേദഭാഗമായ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 33-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ 33-ന്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എല്ലാവർക്കും രോഗശാന്തി നൽകാൻ പോവുകയാണ്. ഞാൻ അവർക്ക് രോഗശാന്തിയും ആരോഗ്യവും നൽകും. അപ്പോൾ എന്നിട്ട് 7-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ അവർക്ക് അഭിവൃദ്ധി വരുത്തും. തീർന്നില്ല. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാവർക്കും സന്തോഷത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാലം. അപ്പോൾ യിരെമ്യാവ് ഇത് പറയുമ്പോൾ ജനം എവിടെയാണ്? ജനം പ്രവാസത്തിൽ കഴിയുകയാണ്, നിരാശയിലാണ്, നഷ്ടബോധത്തിലാണ്, വേദനയിലാണ്.
യെരൂശലേമിനെ കുറിച്ചുള്ള ആകുല ചിന്ത അവർക്കുണ്ട്. അപ്പോൾ പ്രവാസത്തിൽ നിരാശയിൽ കഴിയുന്ന ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ ഇനിയും അഭിവൃദ്ധി അനുഭവിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇനിയും സന്തോഷിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കിനി ആനന്ദത്തിൻ്റെ നാളുകൾ വരാൻ പോവുകയാണ്. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് എന്ന് നിങ്ങൾ ആരാധിക്കുന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. ഇതെല്ലാം യെരൂശലേം പ്രവാസത്തിൽ കഴിയുമ്പോഴാണ് അവരോട് പറയുന്നത്. ആ ഒരു പ്രതീക്ഷ അവർക്ക് നൽകുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം തിരിച്ച് യെരൂശലേമിൽ വരുന്നു, യെരൂശലേം ദേവാലയത്തെ പുതുക്കി പണിയുന്നു, അവിടെ ആരാധിക്കുന്നു, അവിടെ പെസഹ ആഘോഷം നടത്തുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഗമന കാലഘട്ടം നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറാൻ പോവുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ആകുലതകൾ മാറാൻ പോവുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ആശങ്കകൾ മാറാൻ പോവുകയാണ്. നിരാശയും ആകുലതകളും ആശങ്കകളും രോഗവും നഷ്ടവും ശൂന്യതകളും എല്ലാം മാറി ആരോഗ്യവും അഭിവൃദ്ധിയും സന്തോഷവും ഉള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ഇന്നത്തെ ലേഖന ഭാഗമായ തെസ്സലോനിക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 8-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇതൊരു സദ്വർത്തമാനത്തിൻ്റെ അനുഭവമാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 13-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും. അപ്പോൾ നമ്മൾ മറിയയും എലിസബത്തും ഒക്കെ കാണുന്നതും ആ സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവാണെങ്കിൽ, ഇവിടെ പൗലോസ് പറയാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിലും കർത്താവിൻ്റെ 2-ാമത്തെ പ്രത്യക്ഷതയിലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഇടയാകും എന്ന് പറയുന്നു. 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്നാണ് ആ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നു. 5-ന്റെ 2-ാം വാക്യം, കർത്താവിൻ്റെ നാൾ വരുന്നു. ദ ഡേ ഓഫ് യാഹ്വേ എന്ന്, യഹോവയുടെ ദിവസം എന്ന് നമ്മൾ സഖര്യാ പ്രവചനത്തിലും ഹബക്കൂക്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം. ഇവിടെ പൗലോസ് പറയുന്നതാണ് കർത്താവിൻ്റെ നാൾ, കർത്താവിൻ്റെ ദിവസം. അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്മസ് കാലഘട്ടം നമ്മൾ ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനേക്കാൾ മഹത്തരമായ ഒരു ക്രിസ്തുവിൻ്റെ ദിവസം, യഹോവയുടെ നാൾ, ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ്, അതിനായിട്ട് കാത്തിരിക്കുന്നവരാണ് നാം. വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിരാശയെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളെ മാറ്റും. ഞാൻ നിങ്ങളെ വീണ്ടും അഭിവൃദ്ധി നൽകും, ഞാൻ നിങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കും, ഞാൻ നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കും. എലിസബത്ത് നൽകുന്ന മാതൃക അനുഗ്രഹം ആശംസിക്കുന്ന ഒരു മാതൃകയാണ്. ധ്യാനത്തിൻ്റെ ഒരു കാലഘട്ടമായി ആഗമന കാലഘട്ടത്തെ മാറ്റാം. നമ്മുടെ ജീവിതത്തിലും വേറിട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള പുതിയ നന്മകൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം കർത്താവിൻ്റെ വീണ്ടും വരവിനായി തയ്യാറെടുക്കുവാനും ഈ നാളുകൾ ഉതകട്ടെ. അതിനായി നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. 1-ാമത്തെ വരവ് ആഘോഷിക്കുന്ന നാം ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിലും സന്തോഷം ഉള്ളവരായി പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 538-ാമത്തെ ഗാനം, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. 538.
നടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം വന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടും വന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇன்பവീടതിൽ കാണും നാം വന്നാളിൽ പ്രിയൻ കൊണ്ടുവരും. ചേരും നാം വേഗത്തിൽ ഇன்பവീടതിൽ കാണും നാം വന്നാളിൽ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം ഇன்பവീടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ കൊണ്ടുവരും. ചേരും നാം കാണും നാം അന്നാളിൽ പ്രിയൻ കൊണ്ടുവരും. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരും നാം ഇன்பവീടതിൽ കാണും നാം അന്നാൾ പ്രിയൻ കൊണ്ടുവരും. ചേരും നാം ഇன்பവീടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഓർത്ത് തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ആഗമന ഞായറിൽ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുവാനും ഈ വിശുദ്ധ ദിവസം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. കർത്താവെ, ആഗമന കാലഘട്ടം ധ്യാനത്തിൻ്റെ കാലഘട്ടമാണ്. അത് സൗഹാർദ്ദത്തിൻ്റെ കാലഘട്ടമാണ്. അത് അനുഗ്രഹം നൽകുന്ന ഒരു കാലഘട്ടമാണ്. അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടമാണ്. ദൈവത്തിൽ നിന്നുള്ള കൃപകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനും അതിനായിട്ട് തയ്യാറെടുക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ നിരാശകളെ ഞാൻ മാറ്റും, നിങ്ങളുടെ രോഗങ്ങളെ ഞാൻ മാറ്റും, നിങ്ങളുടെ പ്രതിസന്ധികളെ ഞാൻ മാറ്റും. ഞാൻ നിങ്ങൾക്ക് വീണ്ടും അഭിവൃദ്ധി നൽകും, ആരോഗ്യം നൽകും എന്നുള്ള ആ പ്രത്യാശയുടെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ ആലയത്തിനുള്ളിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും, ഈ ആരാധനയിൽ വിവിധ നിലകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ഭാരത്തോടെ ഭവനങ്ങളിലും ആശുപത്രികളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ രോഗങ്ങളെ അവിടുന്ന് മാറ്റണമേ, അവിടെ നിരാശകളെ അവിടുന്ന് മാറ്റണമേ, അവിടെ ബുദ്ധിമുട്ടുകൾക്ക് അവിടുന്ന് പരിഹാരം നൽകണമേ, അവിടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നൽകണമേ. കർത്താവെ, ഈ ആഗമന കാലഘട്ടം അവരുടെ നിരാശകൾ മാറി സന്തോഷത്തിൻ്റെ നാളുകളാക്കി, അവരുടെ ശാപങ്ങൾ മാറി അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹത്തോടെ അയക്കണമേ, സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നൽകണമേ. ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ചുകൊണ്ട് വീണ്ടും അവിടുത്തെ ആലയത്തിൽ വന്ന് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വീണ്ടും സൂക്ഷിക്കണമേ. ഈ ആഴ്ചവട്ടത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രവേശിക്കുന്ന പുതിയ മാസത്തെ അനുഗ്രഹിക്കണമേ. വീണ്ടും അവിടുത്തെ വിശുദ്ധ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം
നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.